ഈ മാറാട് പള്ളിയുമായി ബന്ധപ്പെട്ട് അത് ആയുധങ്ങൾ കണ്ടെടുത്തത്. അന്ന് പോലീസ് ഓഫീസറായിരുന്ന ടി കെ വിനോദ് കുമാർ ഒരാൾ മാത്രമാണ് ആ ഒരു ശക്തമായ തീരുമാനമെടുത്തതും അങ്ങനെ ഇത് കണ്ടുപിടിച്ചതും. പ്രത്യേകിച്ചും ഈ ആയുധങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ചെറിയ കാര്യമായിരുന്നില്ല. അത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്വേഷണം പോലും ഈ രീതിയിൽ മുന്നോട്ട് പോവില്ലായിരുന്നു. അതിനകത്ത് വിനോദ് കുമാർ മാത്രമല്ല, ഇത് നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോയ ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസർ അന്ന് കണ്ണൂർ റേഞ്ച് DIG ആയിരുന്ന ശങ്കർ റെഡ്ഡിയാണ്. ഈ ശങ്കർ റെഡ്ഡിയും അന്നത്തെ പോലീസ് കമ്മീഷണറായിരുന്ന സഞ്ജീവ് കുമാർ പട്ജോഷിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ സഞ്ജീവ് കുമാർ പട്ജോഷി എന്ന് പറയുന്നത് ഇറസ്പോൺസിബിളായിട്ടുള്ള നിരുത്തരവാദപരമായിട്ട് ഇരുന്ന ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെയും ഈ അബ്ദുറഹീം എന്ന് പറയുന്ന സൗത്ത് അസിസ്റ്റൻ്റ് കമ്മീഷണറായിരുന്ന ഉദ്യോഗസ്ഥൻ്റെയും കമ്മീഷൻ പറഞ്ഞ വാക്ക് കൊട്ടേഷനിൽ പറഞ്ഞാൽ ലത്താർജി, അവരുടെ നിഷ്ക്രിയത്വമാണ് മാറാട് കലാപം രണ്ടാമത്തെ കൂട്ടക്കൊല ഉണ്ടാകാൻ കാരണം. ഈ ആയുധങ്ങൾ ഒഴുകുന്നു എന്നുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്ത സമയത്ത് ഒരിക്കൽ പോലും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇത് പരിശോധിക്കാനോ ഇത് തടയാനോ ഇത് കണ്ടെത്താനോ ഒരു നടപടിയും സഞ്ജീവ് കുമാർ പട്ജോഷിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഹൈന്ദവ സംഘടനകളും ഈ ആയുധം വരുന്നു എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അന്വേഷണം നടന്നിട്ടില്ല. ആസ് എ റേഞ്ച് DIG എന്ന നിലയിൽ ശങ്കർ റെഡ്ഡി ഇത് സംബന്ധിച്ച് കാര്യമായ അന്വേഷണം വേണം, ഇൻ്റലിജൻസ് റിപ്പോർട്ട് തള്ളിക്കളയരുത്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വളരെ വ്യക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ദീസ് ആർ ബേസ്ലെസ്, അടിസ്ഥാനരഹിതമാണ് എന്ന റിപ്പോർട്ടാണ് ഈ അബ്ദുറഹീമും സഞ്ജീവ് കുമാർ പട്ജോഷിയും കൊടുത്തത്. അവർ രണ്ടുപേരുമാണ് ഈ മാറാട് കലാപത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണം. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന കളക്ടർ TO സൂരജ് എന്ന പേര് കേട്ട് തെറ്റിദ്ധരിക്കുന്നു വേണ്ട, അദ്ദേഹത്തിൻ്റെ പേര് സിറാജ് ഖാൻ എന്നാണ്. അദ്ദേഹം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി TO സൂരജ് എന്ന് പേരിട്ടിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പായിരുന്നു മുസ്ലിം ലീഗിൻ്റെ. ഇദ്ദേഹം അവിടെ ഇരുന്ന് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ അത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ മാറാട് ഒരു കടവ് കമ്മിറ്റി ഉണ്ടാക്കി, ഈ അവിടെ മണൽ വാരുന്നത് സംബന്ധിച്ച് എന്തോ ഒരു കമ്മിറ്റി. അതിൽ 21 അംഗങ്ങളെയാണ് കളക്ടർ നോമിനേറ്റ് ചെയ്യേണ്ടത്. ഈ 21 പേര് മുസ്ലിം ലീഗിൽ നിന്നാണ്. ഇത് മുസ്ലിം ലീഗ് മാത്രം അധികാരത്തിൽ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ അബ്ദുറബ്ബ് 23 വകുപ്പ് മേധാവികളാണ് വിദ്യാഭ്യാസ വകുപ്പിലുള്ള. അതിൽ 21 പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. എന്നിട്ട് ഉമ്മൻചാണ്ടി അത് റിവോൾട്ട് ചെയ്തു. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവർ പൂട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ അന്ന് സൂരജ് ഈ ഒരു കാര്യത്തിൽ പോലും ഈ കളക്ടർ, ഇതിൻ്റെ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള കളക്ടർ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തിയില്ല. കലാപത്തിന് ശേഷം ഈ മാറാട് അനധികൃത പള്ളിയാണ്. ഈ പള്ളിയിൽ നേരത്തെ കോയമ്പത്തൂർ സ്ഫോടനക്കേസിലെ പിടികിട്ടിയ പുള്ളിയായിരുന്ന താനൂർ സ്വദേശി അബ്ദുൽ ലത്തീഫ്, അയാൾ ബക്കറ്റുകളിൽ ബോംബ് കൊണ്ട് വെച്ചിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതേപോലെ ഈ ആയുധങ്ങൾ വൻതോതിൽ വാളും ബാക്കിയുള്ള ആയുധങ്ങളും കൊണ്ടുവരുന്നു എന്നുള്ളതും കണ്ടെത്തിയിരുന്നു. ഈ ആയുധങ്ങൾ മുഴുവൻ ഉള്ള ഈ പള്ളി ഇത് പൂട്ടിയിടുമായിരുന്നു. കളക്ടർ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തു. അവിടെ ആർക്കും കയറാൻ പറ്റാത്ത സമയത്താണ് അഹമ്മദ് അവിടെ കയറുന്നത്, മുസ്ലിം ലീഗ് നേതാവും MP ആയിട്ടുള്ള. അപ്പോൾ അത് അന്ന് ഈ മുസ്ലിം ലീഗിൻ്റെ പാർശ്വവർത്തിയായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയോ പ്രവർത്തിച്ചിരുന്ന ഈ TO സൂരജ് എന്ന് പറയുന്ന സിറാജ് ഖാനാണ് അനുവാദം കൊടുത്ത് അവിടെ കയറിയത്. പിന്നീട് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ പള്ളിയിലെ ആയുധങ്ങൾ മാറ്റാനും പള്ളിയിലെ ഉണ്ടായിരുന്ന രക്തപ്പാടുകൾ കഴുകിക്കളയാനും ഒക്കെ അഹമ്മദിൻ്റെ ഒത്താശയോടുകൂടിയാണ് അന്നത് ചെയ്തത്. അപ്പോൾ ഈ കളക്ടറുടെ ആ നടപടി നിയമവിരുദ്ധമായിരുന്നു എന്ന കാര്യം അന്വേഷണ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം അദ്ദേഹം പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയത് എന്നാണ് പറഞ്ഞത്. സൂരജ് പിന്നീട് കർമ്മഫലം അനുഭവിച്ചു. അഴിമതി കേസിൽ പിന്നീട് പ്രതിയായി അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി ജോലിയിൽ നിന്ന് റിട്ടയർ ആയെങ്കിൽ പോലും വളരെ അപമാനകരമായ രീതിയിലാണ് ഈ TO സൂരജ് എന്ന സിറാജ് ഖാൻ പിന്നീട് പുറത്തുപോയത്.
ഒരു കുഞ്ഞാലിക്കുട്ടിക്കും ഈ അഹമ്മദിനും അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഇത് ഈ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഈ കർമ്മഫലം ഈ സംഭവത്തിലും പിന്നാലെ വരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ ഇത്രയും വലിയ വീഴ്ച നടത്തിയിട്ട് മഹേഷ് കുമാർ സിംഗ്ല മാത്രമാണ് ഇക്കാര്യത്തിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ കമ്മീഷൻ തന്നെ വളരെ വ്യക്തമായിട്ട് കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ മാറാടെ പോലീസ് ഔട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു ഔട്ട് പോസ്റ്റ്. ഈ ഔട്ട് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്ന റുക്കുബി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലായിരുന്നു. അവിടെ വയർലെസ് സന്ദേശങ്ങൾ വയർലെസ് വെച്ചിരിക്കുകയാണ് പുറത്ത്, അവിടെ ജനാലയുടെ അവിടെ എവിടെയോ ഇത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വയർലെസ്സിൽ നിന്നുള്ള സന്ദേശം മുഴുവൻ ഈ വീട്ടുകാരും പിന്നീട് അതിൻ്റെ ചുറ്റുപാടും അവിടെ എത്തുന്ന ഈ ഭീകരവാദ ബന്ധമുള്ള ആൾക്കാരും മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ ഈ തരം 100 കണക്കിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ കലാപത്തിൽ മരിച്ച അബൂബക്കറിൻ്റെ മകൻ വിജിലി അതൊക്കെ കാര്യമായ വിദ്യാഭ്യാസമുള്ള ആളല്ല. പക്ഷെ അയാളുടെ തീവ്രവാദ ബന്ധവും അയാളുടെ സന്ദർശനം, അയാളുടെ ധനസ്രോതസ്, അയാൾ ആയുധം സമാഹരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഇതടക്കമുള്ള ഒരു സംഭവങ്ങളിലും കാര്യമായ പോലീസ് അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഗുരുതരമായ വീഴ്ചയായിട്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.